എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്യാപ്റ്റൻ്റെയും മേജറിൻ്റെയും വാർത്തകളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് ചൂടേറിയ വാർത്തകൾ നൽകാൻ ഒരു സബ്ജക്റ്റുമില്ല. അപ്പോൾ അവർ ഈ വാർത്തകൾക്കായി പരക്കം പായുകയാണ്. അത് ശരിക്കുള്ള വാർത്തകൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എങ്ങനെ വാർത്തകൾ ഉണ്ടാക്കാം, എങ്ങനെ അത് പബ്ലിഷ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് നല്ലതുപോലെ അറിയാം. ഒരു പരിധിവരെ രാഷ്ട്രീയക്കാർക്കും അറിയാം. പക്ഷേ എങ്കിലും പലപ്പോഴും ഈ രാഷ്ട്രീയക്കാർ പോയി പെടുന്നത് അവരുടെ വലയിലാണ്. അറിയാതെ എന്തു വാക്കുണ്ടെങ്കിലും വാക്കുച്ചരിച്ചാലും അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അവർ പ്രസൻറ്റ് ചെയ്യും. കാരണം അതാണ് മാധ്യമ ശക്തിയുടെ ജാലവിദ്യ. എന്തായിരുന്നാലും വളരെ ബുദ്ധിപൂർവം സഹാനുഭൂതിയോടെ ഒരു മനസ്സോടെ UDF പ്രവർത്തിച്ചതിൻ്റെ ഫലം നിലമ്പൂരിൽ എടുക്കാനായി. അത് നിലനിർത്തുകയും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെ അനായാസം നേരിട്ട് അതിൽ വിജയം കൊയ്യാൻ സാധിക്കും. ഇതിലേറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ജനം തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. സ്വയം ആരും എന്താകണമോ എന്ന് തീരുമാനിക്കേണ്ട. അതിൻ്റെ സമയം ആയില്ല. ആര് ക്യാപ്റ്റനാകണം, ആര് മേജറാകണം, ആര് ലെഫ്റ്റനൻറ്റ് ഗവർണർ ആകണം, ആര് ലെഫ്റ്റനൻറ്റ് കേണലാകണം, ഇതൊക്കെ അത് കാലങ്ങൾ തെളിയിക്കും. അന്ന് ഇൻഡിവിജ്വൽസായിട്ട് ആരും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യവുമില്ല. ഓരോരുത്തരും അവരുടെ പൊസിഷന് അനുസരിച്ചുള്ള ജോലികൾ അവർ ചെയ്യണം. അത് സീനിയോറിറ്റിയും പ്രമോഷനും വിജയവും തോൽവിയും എല്ലാം അതിനാസ്പദമായി വന്നുകൊള്ളും. സോ കഴിയുന്നതും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ദിവസങ്ങളാണ്. ഇനി ഇപ്പോൾ തന്നെ അടുത്ത നമ്മുടെ ഈ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനും ഇതൊക്കെ പൊതു തിരഞ്ഞെടുപ്പ് ഇലക്ഷന് മുമ്പായിട്ട് വരുന്നതാണ്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. ജനങ്ങൾ ഇപ്പോഴുള്ള ഭരണത്തിൽ മടുത്താണ് ജനങ്ങൾ ഇപ്പോൾ UDFിലേക്ക് കൂടുതലും ചായ്വ് കാണിക്കുന്നത്. അത് അവരുടെ ഒരു വിശ്വാസം UDFും നിലനിർത്തണം. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി എപ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഈ UDFിൻ്റെ ചില പോളിസികളുണ്ട്. നിങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അതായത് ഈ പ്രതിപക്ഷത്ത് നിങ്ങൾ ഉള്ളപ്പോൾ മുൻകാലങ്ങളിൽ UDFിൻ്റെ പ്രതിപക്ഷമായിരുന്ന LDFുകാർ അവർ എടുക്കുന്ന സമരമുറകൾ അത് ആർക്കും യോജിക്കാൻ പറ്റുന്ന മുറകളല്ല. വളരെ മോശമായ, ഒരു രീതിയിലും പബ്ലിക്കിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സമരമുറകളാണ് അവർ കാണിക്കുന്നത്. മൊത്തം ട്രാഫിക്കും എല്ലാ സ്റ്റേറ്റിനും നിശ്ചലമാക്കി കളയുന്ന രീതിയിലുള്ള ഇതാണ്. കാര്യം ബൗണ്ട് ടു ദാറ്റ്. അവരെ സമരം ചെയ്യാൻ മിടുക്കരാണ്. അവർക്കതേ അറിയൂ. സമരവും കൊള്ളിവയ്പ്പും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. മറിച്ച് ആ ഒരു ലെവലിലോട്ട് ഇതുവരെയും കോൺഗ്രസ് എത്തിയിട്ടില്ല. അങ്ങനെ എത്തുകയും വേണ്ട. നയപരമായ രീതിയിൽ കൂടെ സമരങ്ങൾ ചെയ്യണം. പക്ഷേ എങ്കിലും ചിലപ്പോൾ ആരോപണങ്ങൾ ഉയർത്താറുണ്ട്. ഒരു പ്രതിപക്ഷം പോരാ, അവരുടെ സമരരീതി പോരാ, അതിൻ്റേതായ ഒരു സ്പിരിറ്റ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പലരും നമ്മൾ കേൾക്കാറുള്ളതാണ്. അത് എങ്കിൽ തന്നെയും ഈ UDFിനൊരു മാന്യതയുണ്ട്. കോൺഗ്രസിൻ്റേതായ ഒരു മാന്യത ഉണ്ട്. ഒരു പരിധി വിട്ട് ഒരു
ഒരു സബ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സമരമുറകൾ സാധാരണ കോൺഗ്രസ്സുകാർ നടത്താറില്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് ഓവർ സ്റ്റേജിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ സ്വാതന്ത്ര്യം സാധിച്ചത്. അന്നത്തെ സമരമുറകളിൽ നിന്നും ടോട്ടൽ വിഭിന്നമായാണ് ഇപ്പോൾ. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി ഈ വരുന്ന ഇലക്ഷൻ്റെ നാളുകളാണ്. ഈ ക്യാപ്റ്റനും മേയറും ലഫ്റ്റനൻ്റ് കേണലും ലഫ്റ്റനൻറ്റും സെക്കൻഡ് ലഫ്റ്റനൻ്റ് കളിയൊന്നും കളിക്കേണ്ട നേരമായില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ ഹിതമനുസരിച്ച് നേതാക്കന്മാർ ഓരോന്നും ചെയ്യുക. സാധിക്കുകയാണെങ്കിൽ ഈ മുതിർന്ന നേതാക്കന്മാർ ഏതെങ്കിലും രാഷ്ട്രീയ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കുറച്ച് ധ്യാനമിരിക്കുക, കുറച്ച് സ്ട്രെങ്തായിക്കുക, കുറച്ച് സൈലൻസായിട്ട് ഒന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രീയ ധ്യാന സെൻറ്ററുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എത്തുക. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധ്യാന സെൻറ്റർ ഉണ്ടാക്കി അവിടെ പോയി ഒരു ധ്യാനത്തിനിരിക്കുക. നല്ല കഴിവും നല്ല മെയ്വഴക്കമുള്ള ആൾക്കാരെ ധ്യാന ഗുരുവായിട്ട് കാണുക, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ നിലമ്പൂരിലൊക്കെ കുറച്ച് ടയർഡായാണ്, ഒത്തിരി ക്ഷീണമൊക്കെ സംഭവിച്ചുകൊണ്ട് അതിനൊരു എനർജി ഉത്തേജനം കിട്ടാൻ ഇങ്ങനൊരു രാഷ്ട്രീയ ധ്യാന കേന്ദ്രത്തിൽ പോയി കുറച്ച് ധ്യാനിക്കുക. ധ്യാന കേന്ദ്രം ഇല്ലെന്നറിയാം, പറ്റിയാൽ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടാക്കുക. പഴയ നല്ല ഓടികൾ, നല്ല ദീർഘവീക്ഷണമുള്ള പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കൂട്ടി അവരെ ധ്യാന ഗുരുക്കളായി ആ കേന്ദ്രത്തിൽ ഫിക്സ് ചെയ്യാം. ടെൻഷൻ വരുമ്പോൾ അവിടെ പോയി ധ്യാനിക്കുകയും ചെയ്യാം. ഇത് വളരെ അത്യാവശ്യം വേണ്ട ഒന്നാണ്. കാരണം നമുക്ക് ഇനഫ് ടെൻഷനുണ്ട്. കാര്യം വെറുതെ നടന്നാലും ആൾക്കാർ നിങ്ങളെ ക്യാപ്റ്റനാക്കും, മേയറാക്കും, ചുമ്മാ ശുണ്ടി പിടിപ്പിക്കാൻ ചെയ്യാണ്. സോ അതിലൊന്നും വീഴേണ്ട. സോ ബെറ്റർ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രം, രാഷ്ട്രീയ ധ്യാന കേന്ദ്രത്തിന് തറക്കല്ലിടുക. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കും, വണ്ടികൾ വരരുത്, വളരെ സൈലൻസായിട്ടുള്ള സ്ഥലം. അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ച് ഒന്ന് ആരാധിക്കുക. അതൊരു ഫ്രഷപ്പ് കിട്ടും. ഏറ്റവും ബെസ്റ്റ് അതാണ്. ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് അത്. നമ്മുടെ കോൺഗ്രസ്സുകാർ അതിന് രൂപം കൊടുക്കുക, ഞങ്ങളെയൊക്കെ അറിയിക്കുക. പക്ഷേ അത് ഒരു നല്ലൊരു ധ്യാന കേന്ദ്രമാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും വരും, കമ്മ്യൂണിസ്റ്റും വരും, BJPക്കാരും വരും, കോൺഗ്രസ്സുകാരും വരും. അപ്പോൾ ആദ്യമേ ഒന്ന് തുടക്കം കുറിക്കുക. കാണാം വീണ്ടും മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ. ഞാൻ GK തുപ്പക്കാരൻ.